ഷീജ, ഞാനിന്ന് രാവിലെ മറ്റു പ്രധാന മാധ്യമങ്ങളൊക്കെ നോക്കി. വലിയ ജാഗ്രത അവർ കാണിക്കുന്നുണ്ട്. ഒരു വരി പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മറ്റു മാധ്യമങ്ങൾ വാർത്ത മുക്കിയാൽ, മെറ്റയെ ഉപയോഗിച്ച് വാർത്താ കാർഡുകൾ വലിപ്പിച്ചാൽ ഈ കേസ് ഒതുങ്ങിപ്പോകുമെന്ന് കരുതാൻ പറ്റുമോ? അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വിജയിക്കുമോ ഷീജ? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ കേസിന്റെ ഭാവി മുഖ്യമന്ത്രി വിചാരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഈ നോഡൽ ഓഫീസറെയൊക്കെ, തൂഫാന്റെ നോഡൽ ഓഫീസറെയൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ഈ നീക്കങ്ങൾ, അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം, അമർഷമൊക്കെ UDF-നുള്ളിൽ പുകയുന്നുണ്ട്, മന്ത്രിസഭയ്ക്കുള്ളിൽ പുകയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരനപ്പുറത്തേക്ക് ഒരാൾ പോലും പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ തയ്യാറാകുന്നില്ല. അതിൽ ഒഴിവായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, ഒരാൾ പോലും മുഖ്യമന്ത്രിക്ക് പരസ്യ പിന്തുണയുമായി രംഗത്ത് വരുന്നതിന് മടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ എളുപ്പമാകണമെന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും കൂട്ടിച്ചേർക്കാൻ സാധിക്കുക മനു. തീർച്ചയായും ഷീജ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ന്യായീകരിക്കുകയോ മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് മറുപടി പറയുകയോ ചെയ്യുക. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇതിൽ മറുപടി പറയാനോ വിശദീകരിക്കാനോ ഇല്ല എന്നതാണോ അവരുടെ പാർട്ടിയുടെ നിലപാട്? നിലവിലേതായാലും പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിമർശനം വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്, മന്ത്രിസഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗം എന്ന രീതിയിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, തൂഫാന് ചുക്കാൻ പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയാകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഹുസൈന്റെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധമോ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങളോ ഒന്നും തന്നെ വിശദീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യമാണ്. തൂഫാനുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ചെന്നിത്തല നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ചെന്നിത്തല ഒരു ഘട്ടത്തിൽ പോലും, ഇന്നലെ തന്നെ നമ്മൾ നിരവധി തവണയാണ് അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ള കാര്യമാണ്. കാരണം പ്രതികരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ പിന്തുണച്ച് പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ പ്രതികരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളൊരു സമീപനമാണ് മന്ത്രിമാരാകട്ടെ നേതാക്കളാകട്ടെ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ രീതിയിൽ തന്നെ പറയാൻ സാധിക്കുക. കാരണം സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു സംശയമുണ്ട്. ഈ തുഫാന്റെ നോഡൽ ഓഫീസറെ മാറ്റിയതിൽ ഒരു പക്ഷേ ചെന്നിത്തലയ്ക്ക് അതൃപ്തി കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം രായ്ക്ക് രാമാനം മാറ്റുകയായിരുന്നല്ലോ. ഒരു സംശയം വന്നതാണ്. മറ്റൊന്ന്, മറ്റു മാധ്യമങ്ങൾ, ഒന്നോ രണ്ടോ ചാനലുകൾ ഒഴിച്ച് മറ്റു മാധ്യമങ്ങൾ ആരും ഈ വാർത്ത ഇതുവരെ തൊടുന്നതേയില്ല. അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഈ വാർത്ത എന്നാണ് അനൌദ്യോഗിക നിർദ്ദേശങ്ങൾ പലർക്കും പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ മൂടിവെച്ചാൽ ഈ വിഷയം ഒതുക്കപ്പെടുന്നുണ്ടോ? സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് വലിയൊരു ചർച്ചയായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ ഷീജ? ഇത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ മാധ്യമങ്ങൾ ഏത് രീതിയിൽ നിഷ്പക്ഷമാണ് എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും തന്നെ വലിയ തോതിൽ ഒരു പക്ഷം പിടിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാൻ സാധിക്കുക. കാരണം ആദ്യ ദിവസം ഈ കേസ് റിപ്പോർട്ട് ചെയ്തു, അത് തൂഫാൻ എന്ന നിലയിലാണ്. പക്ഷെ പിന്നീടാണ്, അതിന് തൊട്ടടുത്ത ദിവസം മുതലാണ് ഈ കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ ആകട്ടെ അബ്ദുൾ സലാമിനാകട്ടെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി ഈ വാർത്ത പല മാധ്യമങ്ങളും നൽകാത്ത ഒരു സാഹചര്യമായി. ആദ്യ ദിവസം മാത്രമാണ് ഇതിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെയാണ് പലരും നൽകിയിട്ടുള്ള, മാനേജ്മെന്റ് തന്നെ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും മെയിൻ സ്ട്രീമിൽ അങ്ങനെയുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ തോതിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ആയുധമായി തന്നെ ഇത് പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തല വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മൾ നേരത്തെ മനു സാലി മുഹമ്മദ് കൂടി സംസാരിക്കും
സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അതിൽ പരിക്കേറ്റ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് മുഹമ്മദ് ഹുസൈനുമായിട്ടുള്ള പരിചയം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയും ഈ മുഹമ്മദ് ഹുസൈനും 2021 മുതലുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എളുപ്പം ഈ രീതിയിൽ കള്ളം ഇതുവരെ അദ്ദേഹം സ്വീകരിച്ചിരുന്ന തന്ത്രം എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളെയും നുണ ഉപയോഗിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആ രീതിയിൽ ഇനി നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. സമൂഹ മാധ്യമങ്ങളുടെ അതിനെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊളിച്ചു രംഗത്ത് വരുന്നൊരു സാഹചര്യം സമൂഹ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇനി ആ രീതിയിൽ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാര്യങ്ങൾ നമ്മളോട് സമഗ്രമായി തന്നെ സംസാരിച്ചത്.